ഇല്ല, ആ പറമ്പും വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ, അതിൽ നിന്ന് ഒരു സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചോർസ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഓടിയെടുത്ത് കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമോ എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ മതി. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ചു ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. ഇതൊക്കെ തന്ത്രമല്ലേ? ആ വീടും പുരയിടും വിറ്റ എന്ത് കിട്ടും? അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മോനെ അറിയില്ലേ, കാർത്തികേയൻ മൊയ്ലാളി. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? അപ്പൊ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയുക. പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്. എന്റെ നെഞ്ചില്. വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്.